കുറ്റാലം വാട്ടർഫോൾസ് ഒരു ഫോട്ടോഗ്രാഫറുടെ പറുദീസയാണെന്നൊക്കെ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ അതീവ ഹൈറ്റിൽ നിന്നും വീഴുന്ന വെള്ളച്ചാട്ടവും അതിശയിപ്പിക്കുന്ന കൂറ്റൻ പാറകളും ഈ പാറകളെ തട്ടുടിപ്പിക്കുന്ന പോലത്തെ തിങ്ങി നിൽക്കുന്ന കടും പച്ചക്കാടുകളും ഇവയ്ക്ക് കുട ചൂടിപ്പിച്ചതുപോലെ നിൽക്കുന്ന വൻ വൃക്ഷങ്ങളും ഒക്കെ കൂടെ കാണുമ്പോൾ വാവ്, നമ്മൾ ശ്വാസം വലിക്കാൻ തന്നെ മറന്നുപോകും. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുകയാണ്. 5 ഫോൾസ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമുണ്ട്, അല്ലാതെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം പോയി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ വന്നിരിക്കുക. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം അധികം കാണുകയില്ലായിരിക്കും. എനിവേ പോയി നോക്കട്ടെ. ഇപ്പോൾ വേനലാണെന്നും വാട്ടർഫോൾസിലൊക്കെ വെള്ളം കുറവാണെന്നും അറിയാമെങ്കിലും ഇതുവഴി പോയപ്പോൾ കുറ്റാലം വെള്ളച്ചാട്ടം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കുറ്റാലത്തേക്ക് പോയി. ഞങ്ങൾ കുറ്റാലത്തെ വെസ്റ്റേൺ എന്ന റിസോർട്ടിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. നേരെ വെസ്റ്റേൺ റിസോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത ശേഷം നേരെ 5 ഫോൾസിലേക്ക് പോയി. ഈ 5 ഫോൾസ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നും വെറും 800 മീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. വാഹനങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് വരാൻ 20 രൂപയുടെ ഒരു ടോൾ കൊടുക്കണമായിരുന്നു. അങ്ങനെ വന്ന് നിൽക്കുന്നത് വിശാലമായ ഒരു പാർക്കിംഗ് ലോട്ടിലാണ്. അതിഭീമമായ ഒരു വൃക്ഷവും അതിനു ചുറ്റിനും ഇരിക്കാൻ ഉതകുന്ന ഒരു അരഭിത്തിയുമുണ്ട്. അതിന് പിറകിലായി ഒരുപാട് ചെറിയ ചെറിയ കടകളും ഉണ്ടായിരുന്നു. ചായയും സ്നാക്സും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇതാണ് എല്ലാവരും കാണാൻ കൊതിക്കുന്ന കുറ്റാലത്തെ അതിമനോഹരമായ 5 ഫോൾസ്. വേനലായതിനാൽ വെള്ളം നന്നേ കുറവായിരുന്നു. ആക്റ്റീവായിട്ട് 3 ഫോൾസേ ഇപ്പോൾ ഉള്ളൂ. സാമാന്യം ആൾക്കാരുണ്ടായിരുന്നു. ഈ ഫോൾസിനെ കുട്രാലം അല്ലെങ്കിൽ കുറ്റാലം എന്നൊക്കെ പറയും. കുറ്റാലാണ് കുറച്ചുകൂടെ എനിക്ക് ഈസി പറയാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറ്റാലം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കുറ്റാലം ഫോൾസ് തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ കുറ്റാലത്താണ് സ്ഥിതി ചെയ്യുന്നത്. തെങ്കാശിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കുറ്റാലത്തിന്. ഇത് വളരെ കേൾവി കേട്ട ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം ഈ വെള്ളച്ചാട്ടത്തിന് അപാര ഭംഗിയാണ്. കൂടാതെ ഈ വെള്ളത്തിന് ഒരു ഔഷധ ഗുണവും ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും ഇവിടെ കുളിക്കാറുണ്ട്. കാരണം ഈ മലയുടെ വിള്ളലിലൂടെ ധാരാളം പച്ചമരുന്നുകൾ വളരുന്നുണ്ട്. അപ്പോൾ അവയെല്ലാം തഴുകി വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണവുമുണ്ട്. ചില ആയുർവേദ ഡോക്ടേഴ്സ് പോലും ഇവിടെ പോയി സ്നാനം ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രം മാറാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുളിക്കുന്നതിന് ഒട്ടും പേടിക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ വേറെ വേറെ ഏരിയാസുമുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരാൻ സൈഡ് റെയിൽസ് എല്ലാം ഉണ്ട്. കാരണം സീസണിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആളുകൾ വീഴാതിരിക്കാനായിട്ടാണ് ഈ സൈഡ് റെയിൽസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ദോഷം എന്നാന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ്. നമുക്കൊരു ബാഗൊന്നും ഇവിടെ തൂക്കിയിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അതെല്ലാം വന്ന് വലിച്ചു കീറി എല്ലാം എടുത്തുകൊണ്ട് പോകും. ഈ ഫോൾസ് ദക്ഷിണ ഘാട്സിലെ ചിറ്റാർ നദിക്കടുത്താണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കാൻ നല്ല പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ്. തിങ്ങി വളരുന്ന വലിയ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും നടുവിൽ അതിഭീമാകാരമായ പാറകളുടെ മുകളിൽ നിന്നും തട്ടകസിച്ച് താഴേക്ക് പതിക്കുന്ന മുത്തുമണികൾ പോലത്തെ വെള്ളത്തിൻ്റെ തുള്ളികൾ ആരെയും റിലാക്സ് ചെയ്യിപ്പിക്കും. ഞങ്ങൾ വന്നപ്പോൾ 3 ഫോൾസിലെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നോക്കിക്കേ, ഈ വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു ശക്തിയാണെന്ന്. ശബ്ദം തന്നെ കേട്ടോ. ഈ കാസ്കേഡിങ് വെള്ളം എൻ്റെ കൈകളിലേക്ക് പതിച്ചപ്പോൾ അതിൽ നിന്നും തെറിച്ച വെള്ളത്തുള്ളികൾ എൻ്റെ മുഖത്തും ദേഹത്തും പതിച്ചപ്പോൾ എന്തോ ഒരു റിലാക്സേഷനും അനുഭൂതിയുമായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ജൂലൈ ടു സെപ്റ്റംബറിൽ വേണം ഇവിടെ വിസിറ്റ് ചെയ്യുക. ഈ 9 വാട്ടർഫോളും 1 മൈൽ ചുറ്റളവിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ബിറ്റ്വീൻ ജൂലൈ ടു സെപ്റ്റംബറിൽ വന്നാൽ ധാരാളം വെള്ളം കാണും. അപ്പോൾ ഈ വാട്ടർഫോൾസിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ കഴിയും. എനിവേ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെ വന്നത്. കുറ്റാലത്തെ സൗത്തിൻ്റെ സ്പാ എന്നും പാവപ്പെട്ടവൻ്റെ പാരഡൈസ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കുറ്റാലത്ത് ആകെ 9 വാട്ടർഫോൾസുകളുണ്ട്. ഞങ്ങൾ 2 വാട്ടർഫോളിലേ പോയുള്ളൂ. കാരണം വെള്ളക്കുറവ് തന്നെ കാരണം. അതുപോലെ കുത്തനെ ആഞ്ഞു പതിക്കുന്ന വെള്ളം പിന്നീട് വളരെ ശാന്തസുന്ദരമായിട്ട് പരന്നാണ് ഒഴുകുന്നത്. ഇത് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും വന്ന് കുളിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും സേഫായിട്ട് ഇവിടെ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ സാധിക്കും. ഹൈക്കിങ് ഇഷ്ടമുള്ളവർക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വരെ കയറാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ കയറിയൊന്നുമില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം സീസണിൽ ഈ 9 ഫോൾസ് ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞങ്ങൾ താമസിച്ചത് ഒരു അടിപൊളി റിസോർട്ടിലാണ്, വെസ്റ്റേൺ റിസോർട്ട്. ഇത് 5 ഫോൾസിൽ നിന്ന് 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ റിസോർട്ട് ഓരോ വില്ലകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വില്ലയ്ക്ക് ഓരോ കാർ പാർക്കുമുണ്ട്.
ചെറിയ ഒരു സിറ്റ് ഔട്ട്, 1 ബെഡ്റൂം 1 ബാത്റൂം. ഇവിടെ നിന്ന് നോക്കിയാൽ കൂറ്റൻ മലകളൊക്കെ കാണാം. അതിൻ്റെ താഴ്വാരത്തിൽ ഒരു നല്ല ഒരു റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആണെന്നൊന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, പച്ച വിരിച്ച ഒരു സ്പോഞ്ച് മെത്ത പോലെയാണ് ഈ ലോൺ. ഈ ലോൺ കണ്ടപ്പോൾ എനിക്ക് അവിടെ കിടന്ന് ഉരുളാനാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പുൽത്തകിടിയിൽ സന്ധ്യ മയങ്ങും വരെ ഇരുന്നു. അങ്ങനെ കുറ്റാലത്ത് ഇത്തിരി വെള്ളം കുറഞ്ഞാലെന്താ, ഉള്ള വെള്ളത്തിലും പിന്നെ വെസ്റ്റിനിലെ താമസം കൊണ്ട് ഞങ്ങൾ ആവോളം ആനന്ദിച്ചു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണിന്ന്. ഞങ്ങൾ കുറ്റാലത്ത് വന്നു. ഇവിടെ താമസിച്ചത് വെസ്റ്റൻ എന്ന ഒരു റിസോർട്ടിലാണ്. നല്ല ഒന്നാന്തരം ഒരു റിസോർട്ടാണ് ഇവിടെ കേട്ടോ, താമസിക്കാൻ പറ്റിയത്. കുറ്റാലം കാണാൻ വരുവാണ്, ഇവിടെ താമസിച്ച് നല്ലതായിരിക്കും. ഇനി ഞങ്ങൾ ധനുഷ്കോടിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറയാം. അല്ലേ, റെഡിയല്ലേ?